രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ സന്ദർശിച്ച പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി.വി. സതീഷ്, മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ 6 പേർ രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചു. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, നമുക്കറിയാം നിയമസഭയുടെ ആദ്യ ദിനം മാത്രമാണ് രാഹുൽ സഭയിലെത്തിയത്. പിന്നീട് അങ്ങോട്ട് രാഹുൽ സഭയിൽ എത്തിയിട്ടില്ലായിരുന്നു. ഇന്നലെയായിരുന്നു ഈ സന്ദർശനം. തീർത്തും സൗഹൃദ സന്ദർശനം മാത്രമെന്നാണ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും ആര്യ, അത് തന്നെയാണ്. കാരണം പാലക്കാട്ടെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ സന്ദർശനത്തിലൂടെ വ്യക്തമാകുന്നത്. പാലക്കാട് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സി.വി. സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് ഇന്നലെ അടൂരിലെ രാഹുലിൻ്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയത്. എന്നാൽ നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്ന കാര്യമാണ്. എന്നാൽ ഷാഫി പറമ്പിൽ പക്ഷത്ത് നിൽക്കുന്ന പാലക്കാട് മണ്ഡലം പ്രസിഡന്റാണ് സി.വി. സതീഷ്. അതിനാൽ തന്നെ മുൻപ് കൈരളി ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്, ഷാഫിയുടെ അനുനായികൾ പാലക്കാട്ടേക്ക് രാഹുലിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന്. അതിനാൽ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിലവിൽ രാഹുലിനെ നേരിട്ട് പാലക്കാട് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സി.വി. സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അടൂരിലെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിട്ടുള്ളത്. രാഹുലിനെ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു സംരക്ഷണം എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച സഭ ആരംഭിച്ച ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും അടൂരിലെ വീട്ടിലേക്ക് തന്നെ തിരികെ പോകുകയായിരുന്നു. നേതാക്കളുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് രാഹുൽ നിയമസഭയിൽ നിന്ന് തിരിച്ചു പോയത് എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ പോലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പുറത്താക്കിയിട്ട് പോലും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. കാരണം കോൺഗ്രസ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. പാലക്കാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സന്ദർശനം നടത്തിയിട്ടുള്ളത്. അത് രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തുകയാണെങ്കിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കാനുള്ള ചർച്ചകൾ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. പാലക്കാട് DCCPയും അതേപോലെ തന്നെ പാലക്കാട് MP എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫിക്കും എതിരെ നിൽക്കുമ്പോഴാണ് പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കൾ ഇത്തരത്തിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കാനുള്ള ഒരു നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും സച്ചിൻ, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗം രാഹുലിനെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ആ ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കണം ഈ നേതാക്കളുടെ സന്ദർശനം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആര്യ, അത് തന്നെയാണ്. കാരണം പാലക്കാട് നഗരസഭ കൗൺസിലറായിട്ടുള്ള മൻസൂർ കഴിഞ്ഞ ദിവസം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ സംരക്ഷണം ഒരുക്കുമെന്നൊക്കെ കാര്യം പരസ്യമാക്കിയിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് സി.വി. സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം രാഹുലിനെ സന്ദർശിക്കുന്നതും സംരക്ഷണം ഒരുക്കുമെന്ന കാര്യം നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ പിന്നിൽ പാലക്കാട്ടെ മുൻ MLA ഇപ്പോൾ വടകര MP-യുമായിട്ടുള്ള ഷാഫി പറമ്പിൽ തന്നെയാണ് ഇത്തരം കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുൻപ് തന്നെ രാഹുലിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ ചർച്ച നടത്തിയിരുന്നു. ഷാഫിയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. ഇതിൽ പ്രധാനമായും സ്വകാര്യ പരിപാടികളിൽ രാഹുലിനെ എത്തിച്ചുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാക്കുക എന്നൊരു ലക്ഷ്യമാണ് പാലക്കാട്ടെ ഷാഫി അനുനായികൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതിനൊക്കെ തടസ്സം നിൽക്കുന്നത് പാലക്കാട്ടെ DCC പ്രസിഡന്റ് A. തങ്കപ്പനും അതേപോലെ തന്നെ പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠനുമാണ്. വലിയ രീതിയിലുള്ള എതിർപ്പ് KPCCയെ പാലക്കാട്ടെ DCC നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇതൊക്കെ വകവെക്കാതെയാണ് ഷാഫി അനുനായികളുടെയും ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര്യ, ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്. തീർത്തും സൗഹൃദ സന്ദർശനം മാത്രമെന്നാണ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്.